ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒന്നല്ല രണ്ട് വീഡിയോ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ രേണു സുധി അവർക്കെതിരെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം അവർക്കെതിരെ ഞാൻ നൽകിയ പരാതിക്ക് എനിക്ക് മറുപടി ലഭിച്ചു എന്ന് പറഞ്ഞു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഈ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തത്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ചുവടെ ചേർക്കുന്നതായിരിക്കും, കാണാത്തവർ കയറി കാണുക. അതിനുശേഷം ഞാൻ ആ കണ്ടന്റ് ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഇന്ന് ഞാൻ എൻ്റെ YT സ്റ്റുഡിയോ അതൊന്ന് ചെക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു കമൻറ്റ് കണ്ടു. രേണു എൻ്റെ അനുവാദമില്ലാതെ എനിക്കൊപ്പം കടന്നതിൻ്റെ പേരിലാണോ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ പ്രൊഫൈലിൽ നിന്നാണ് എനിക്ക് ആ കമൻറ്റ് വന്നത്. ആ സ്ത്രീയാണോ പുരുഷനാണോ എന്നെനിക്ക് വ്യക്തമല്ല, ഒരു സ്ത്രീയുടെ പേരിലാണ് ആ പ്രൊഫൈൽ കിടക്കുന്നത്. എന്തായാലും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകൾ ഇത്തരത്തിലുള്ളതുകൊണ്ട് പല പീഡന കേസുകളിലൊക്കെ ഇവർ മുൻപന്തിയിലുമുണ്ട്. പിന്നെ പെൺകുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇവരുടെയൊക്കെ ചില വിരുദ്ധകളാണ്. ഇത്തരമുള്ള ക്രിമിനലുകൾക്ക് ഏത് പപ്പായയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സാധാരണ ക്രിമിനലിക്ക് കപ്ലങ്ങ നല്ല മരുന്നാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് ഏത് കപ്ലങ്ങയാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. അല്ലായിരുന്നു ഞാൻ പറഞ്ഞു തന്നേനെ. എന്തായാലും ഇവർ പറഞ്ഞ ഈ ആരോപണത്തിന് ഞാൻ മറുപടി നൽകുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, ഞാൻ രേണുസൂദിക്കെതിരെ നൽകിയത് പരാതി. ആ പരാതി എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കുട്ടിയെ നോക്കുവാൻ താല്പര്യമില്ല, നാട്ടുകാർ വേണമെങ്കിൽ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവർക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയത്. ആ പരാതിക്ക് മറുപടി ലഭിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പങ്കുവച്ചിട്ടുള്ളതാണ്. അത് അവർ കാണാത്തതായിരിക്കാം അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ അവർക്ക് അന്ധമായിട്ടുള്ള അവരോടുള്ള ആരാധനയായിരിക്കാം ഈ ഒരു പ്രശ്നത്തിന് കാര്യം. എന്തായാലും എൻ്റെ അറിവിൽ രേണുസുധി അത്തരത്തിലൊരു സ്ത്രീയല്ല. അവർക്കെതിരെ ഇപ്പോൾ സുധിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിനകത്തൊന്നും ഇടപെടാൻ പോകുന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഇനിയിപ്പോൾ എനിക്ക് ആ ചേച്ചിക്കുള്ള മറ്റൊരു മറുപടി, ഇന്നവരെ ഞാൻ അത്തരത്തിൽ ഒരു സ്ത്രീകളെ അന്വേഷിച്ച് പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വകുപ്പ് പ്രകാരം എനിക്ക് കേസ് കൊടുക്കാനും പറ്റില്ല. കാരണം ചൈൽഡ് ലൈൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേസ് നൽകിയിരിക്കുന്നത്. എനിക്ക് ഏകദേശം 28 വയസ്സായിട്ടുണ്ട്. 28 വയസ്സ് എന്നത് ചൈൽഡ് ലൈൻ്റെ കീഴിൽ വരുന്ന ഇത് പ്രായപരിധിയല്ല. 18 വയസ്സിന് താഴെയാണ് ചൈൽഡ് ലൈൻ അന്വേഷിക്കുന്ന കേസുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കമൻറ്റ് യാതൊരു മറുപടിയും അർഹിക്കുന്നതല്ല. എങ്കിൽ പോലും ഞാൻ എന്തിനാണ് ഇതിന് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോക്സോ കേസിനല്ല അവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. അവർക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഇതുവരെ വന്നിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഈ കമൻറ്റ് ഇട്ടത് ചേച്ചിക്ക് മറ്റൊരു മറുപടി നൽകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊന്നുമല്ല, ഞാനോ എൻ്റെ കുടുംബത്തിലാരോ ഇത്തരത്തിലുള്ള സ്ത്രീകളെ അന്വേഷിച്ച് പോകാറില്ല, പോയിട്ടുമില്ല. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല. ഞാൻ വിവാഹിതനല്ല എന്നും കൂടി ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അത്തരത്തിലുള്ള സ്ത്രീകളെ ഇതുവരെ അന്വേഷിച്ച് പോയിട്ടുമില്ല. പിന്നെ ചേച്ചിയുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ തെരുവുകളിലൊക്കെ ഈ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ശരീരം വിൽക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സ്ത്രീകളെ ഉപയോഗിച്ച ശേഷം അവർക്കെതിരെ വ്യാജ പരാതി, അതായത് താൻ അറിയാതെ തൻ്റെ ചാരിത്രം കവർന്നു എന്ന തരത്തിൽ വ്യാജ പരാതി കൊടുത്ത് അകത്തിടുന്ന പതിവുണ്ടായിരിക്കാം. അത് കണ്ട് വളർന്നതിനാലായിരിക്കും ചേച്ചിക്ക് അങ്ങനെ തോന്നിയത്. എന്തായാലും ഞങ്ങളാരും അങ്ങനെ പോയിട്ടില്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ തന്നെയാണ് വീട്ടിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന് നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ പോലീസിനെ അറിയിക്കുക. ഇത്തരത്തിലുള്ളൊരു ലൈംഗിക വൈകൃതത്തിന് ഞങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർ അടിമകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറിയിപ്പ് നൽകുക പോലീസിന്. അന്നേരത്തേക്ക് ഇനി അവർ അത്തരത്തിലുള്ള പരാതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ജയിലിൽ കിടക്കുന്നത് ഒഴിവാക്കുവാനും കഴിയും. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. അത് കാണുവാൻ സാധ്യത കുറവാണ്, കാരണം എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്കാണ് നിങ്ങൾ ഈ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അന്ധമായിട്ടുള്ള രേണുസുതിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് എൻ്റെ പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്നത്. ഞാൻ ആ കണ്ടൻറ്റ് ഉപേക്ഷിച്ചു എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി എന്നെ ഇത്തരത്തിൽ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ആ കണ്ടൻറ്റ് എടുത്തു വെച്ച് ചെയ്യും. എനിക്കതിനൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇങ്ങനെ ഒരു കമൻറ്റ് എൻ്റെ പ്രൊഫൈലിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഈ കണ്ടൻറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെ എനിക്ക് ഇത് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. എന്തായാലും ചേച്ചിയുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നല്ലൊരു ചികിത്സ നൽകേണ്ട ആവശ്യമാണ്. അല്ല, ചേച്ചിക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ക്രിമികടി ഉണ്ടെങ്കിൽ അതിന് പറ്റിയ മരുന്ന് എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ കുറച്ചധികം പെറ്റ്സിനെ വളർത്തുന്നുണ്ട്, ഈ പൂച്ച, പട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനൊക്കെ വിര ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന മരുന്നുണ്ട്, അൽബാമർ. അത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം ഒരു ഡോസ് കഴിക്കുക. പിന്നെ വെള്ളവും മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും മോഷൻ പോയി കഴിഞ്ഞ് വിശപ്പ് വന്ന ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ. അതിനുശേഷം
അതിനാവശ്യമായിട്ടുള്ള സപ്ലിമെൻ്റ് മെഡിസിൻസ് എടുക്കണം. അല്ലാത്ത പക്ഷം ശരീരത്തിന് അത് ദോഷകരമായിട്ട് ബാധിക്കുന്നതായിരിക്കും. എന്തായാലും ഇത്തരം കമൻറ്റുകളുമായിട്ട് ഇനി എൻ്റെ പ്രൊഫൈലിൻ്റെ ഈ വഴിക്ക് വന്നു പോകരുത്.